ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും സാറ്റർഡേയിലെ വീഡിയോ എല്ലാവരും കണ്ടോ? ചിക്കൻ ചുക്കാടെ റെസിപ്പി കണ്ടായിരുന്നോ? അപ്പം ചിക്കൻ റോസ്റ്റിൻ്റെ ജിൽസി ഉണ്ടാക്കിയിട്ട് ജിൽസിയുടെ മമ്മി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ ഫോട്ടോ അയച്ചു തന്നായിരുന്നെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇടായിരുന്നു. അവൻ പറഞ്ഞു ചേച്ചി അത്രയും ഓർത്തില്ലാന്ന്. പക്ഷേ മിന്നു ജോബി കുക്കർ ബിരിയാണി ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്തേക്കാമേ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോയിൽ അന്ന് ഞാനൊരു ബ്രെഡും കൊണ്ടൊരു പുതിയ ബ്രെഡ് മസാല തന്നെ, പക്ഷേ ഒന്നുകൂടി ഇച്ചിരി ഒരു വ്യത്യാസത്തിലുണ്ടാക്കിയില്ലേ ബ്രേക്ക്ഫാസ്റ്റ്. അതിവിടെ 2 പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ച് നമുക്കധികം മെനക്കേടും ഇല്ലത് അതങ്ങ് ഉണ്ടാക്കുന്നത്. അതാണ് ഇന്നുണ്ടാക്കുന്നത്. പിന്നെ വാട്സപ്പിൽ ചിലർ പറഞ്ഞു, ഈ പബ്ലിക്കായിട്ട് കമൻ്റ് ഇടാത്ത ചിലരുണ്ട്, ബിജി ആ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ഒന്ന് ഇടണേന്ന്. അപ്പം ഞാൻ അത് ഇടാൻ നോക്കാം. അതുപോലെ ചിലർ ഈ വ്ളോഗ് കാണാൻ താല്പര്യം കാണത്തില്ല, സമയമില്ലാത്തവരായിരിക്കും. അപ്പം റെസിപ്പികളൊക്കെ കാണുമ്പോഴേ ആൾക്കാർക്ക് പെട്ടെന്ന് ആ റെസിപ്പി മാത്രം നോക്കിയാൽ മതിയല്ലേ, അങ്ങനെയുള്ളവരും ഉണ്ട്. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ഇടാൻ നോക്കാം, ചിക്കൻ ചുക്കയുടെയും ചിക്കൻ റോസ്റ്റിൻ്റെയും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ, അത് നമ്മുടെ റിൻഡു പറയായിരുന്നു ചേച്ചി എന്നും ഇൻട്രോയിൽ വരണേന്ന്. കഴിവതും ഞാൻ വരാൻ നോക്കാം. പിന്നെ ചില സമയത്തൊക്കെ വരാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ വരത്തില്ല. കഴിവതും വരാൻ നോക്കാം കേട്ടോ. അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ. മുംബൈയിലുള്ള എൻ്റെ വീഡിയോ കാണുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളവിടെയൊക്കെ ഇതുപോലെ ഉണ്ടോ എന്നെങ്കിലും ഒന്ന് പറയണേ. ഇപ്പം ഈ റോഡിലെല്ലാം ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ആദ്യം എഴുതിയത് 49 റുപ്പീസിന് 1 അവർ എന്ത് ജോലിയും വന്ന് വീട്ടിൽ വന്ന് ചെയ്യുമെന്നൊക്കെ. എനിക്ക് ആദ്യം റീച്ചാൻ ഇങ്ങനെ വന്ന് പറയണേ എനിക്കൊരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞു റീച്ചാൻ അറിയാൻ വയ്യാത്തവരെയൊക്കെ വീട്ടിലെങ്ങനെ വിളിച്ചിരുന്നു. റീച്ചാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല, അവരവരുടെ എല്ലാം ഡീറ്റെയിൽസും എടുത്തിട്ടാണ് നമ്മുടെ അവിടെ വിടുന്നത്. ആദ്യം 1 അവറിന് വീട്ടിൽ വന്ന എന്ത് പറയുന്ന ജോലി അവർ ചെയ്യും. 1 അവറിന് 49 റുപ്പീസ് സ്റ്റാർട്ടിങ്ങിലായത്. ഇതായത് സ്നാപ് ബീറ്റ് പറയുന്ന ഒരു കമ്പനിയാണ്, നമ്മുടെ ഈ അർബൻ കമ്പനി പോലൊക്കെ. അപ്പം അത് ഞങ്ങൾ ഈ ഇപ്പോൾ എന്തോ കഴിഞ്ഞത് ഗണപതിയുടെ സമയത്ത് റേച്ചാൻ ബുക്ക് ചെയ്തായിരുന്നു. ബുക്ക് ചെയ്തോണ്ടേ ആ സമയത്തൊക്കെ ഈ ആൾക്കാർ ക്ലീനിങ്ങിനൊക്കെ ഒത്തിരി വീടുകളിലെല്ലാം ഇങ്ങനെ പരസ്യം കണ്ടിട്ട് ആൾക്കാരെല്ലാം വിളിച്ചോണ്ടേ അവർക്ക് അവർ നമ്മൾ ചെയ്തോണ്ടേ നമുക്ക് അത് കിട്ടാതായിപ്പോയി. ഒരു മിനിറ്റ്. അപ്പം ചോദിച്ചോണ്ട് അവർ പറയുന്നത് ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും ഞങ്ങൾക്ക് ആളിനെയും പറ്റിയില്ല, അതുകൊണ്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ കഴിഞ്ഞ സൺഡേ ഞാൻ പറഞ്ഞ റേച്ച ഉള്ളപ്പം വിളിച്ചാൽ മതിയെന്ന്. പെങ്കൊച്ചുങ്ങളാണ് വരുന്നത് കേട്ടോ. ദൈവമേ വരുന്ന കണ്ടിട്ട് എനിക്കങ്ങ് സങ്കടം വന്നു പോയി കേട്ടോ. കാരണം നല്ല സ്മാർട്ട് പിള്ളേർ, നല്ല അതിൻ്റേതായ പാൻറ്റും യൂണിഫോമും അവരുടെ ഗെറ്റപ്പും ഒന്ന് കാണണമെന്നുള്ള ഇങ്ങനെ ജോലി അവരുടെ നിവർത്തികേട് കൊണ്ടാന്നേ. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്നത് നമ്മളിപ്പം വാഷ്റൂം ടോയ്ലറ്റ് കഴിപ്പിക്കാനാന്നേലോ എന്തിനാന്നേലും അവർ ചെയ്യും. അപ്പം അന്ന് ഞങ്ങൾ 1 മണിക്കൂറത്തേക്കിന് വന്ന് ചെയ്തു. പിന്നെ ഞങ്ങൾ നമ്മുടെ എത്ര അന്ന് 175 ആയിരുന്നു, 175 രൂപയ്ക്ക് 3 മണിക്കൂറത്തേക്കിന്. അപ്പം ആദ്യത്തെ ഒരു ദിവസം ഇന്ന് വന്നിട്ട് പിന്നെ ഫാനെല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ച് കബോർഡിൻ്റെ മണ്ടയിലൊക്കെ ഒരു പെങ്കൊച്ച. അപ്പം അവൾ പറഞ്ഞ് എങ്ങനെ ഡ്യൂട്ടി എന്നൊക്കെ ചോദിച്ചോണ്ടേ പറയുന്നത് അവക്ക് 10 മണിക്കൂറാണ് സാലറി. ചോദിച്ചോണ്ടേ 30 കിട്ടും, അവധിയൊന്നുമില്ല, അവധി വേണേൽ എടുക്കാം, അപ്പോൾ അവരുടെ പൈസ പിന്നെ ജോലി അനുസരിച്ചാണ് ശമ്പളം. അപ്പോൾ അവളിപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾക്ക് ഈ സൊമാറ്റോ സ്വിഗ്ഗി അവിടെയൊക്കെ ഈ ആൾക്കാർ ഫ്രീ ആവുന്ന അനുസരിച്ച് ഇവരെ ഓർഡർ കൊടുക്കുമല്ലോ. അപ്പോൾ അവളങ്ങനെ കഴിക്കാനിരുന്നപ്പോഴാണ് അവൾക്ക് ഇത് വന്നേ, നമ്മുടെ അവിടെ വരണമെന്ന്. പിന്നെ അവൾ വന്ന് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ഇച്ചിരി റസ്ന കലക്കി കൊടുത്ത് അവൾക്ക് കുടിക്കാൻ. അതപ്പോൾ അവൾ പറഞ്ഞു ആദ്യം പറഞ്ഞു വേണ്ടാതെ. പിന്നെ എൻ്റെ മനസ്സാക്ഷി ഓർത്ത് ഞാൻ പറഞ്ഞു നീ കഴിക്കാനിരുന്നല്ലേ. കൊച്ചൊരു പെങ്കൊച്ചാട്ടോ. എന്നിട്ട് അവൾ 1 മണിക്കൂർ ചെയ്തിട്ട് ഇനി നമുക്ക് ഇനിയിപ്പം ഡിസംബർ വരെ ഈ സ്കീം, പിന്നിനി
അവർക്ക് ആൾക്കാരൊക്കെ ഇതിപ്പോൾ ആൾക്കാരല്ല, ഇപ്പം ഭായിമാരെല്ലാം മാറ്റിയിട്ട് ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചോണ്ടേ അവൾ പറഞ്ഞ് വെജിറ്റബിൾ കട്ടിങ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യുമെന്നാണ് പറയുന്നത്. ഒക്ടോബർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതിനേക്കാൾ റേറ്റ് കൂടുമായിരിക്കും. ഞാൻ നോക്കിയിട്ട് റീച്ചാർഡ് ഞാൻ പറയും ഇങ്ങനിപ്പം നമ്മളിപ്പം മറ്റേ ഭായിമാർക്ക് കൊടുക്കുന്നത് അവരാണെങ്കിൽ വന്ന് 5 മിനിറ്റ് കൊണ്ട് എല്ലാം ഓടിച്ചടിച്ചിട്ടിട്ട് പോകത്തില്ലേ. ഇതാകുമ്പം ചെയ്യുന്ന ജോലി 1 മണിക്കൂർ എന്തോ എന്നാലും നമുക്ക് ചെയ്യാം. ഓരോരുത്തരുടെ ഇത് വരുന്നത് ഇത്തിരി ദൂരെ നിന്നാകട്ടെ. എനിക്ക് തോന്നുന്നു അതുങ്ങളിപ്പം അവർ തന്നെ സെലക്ട് ചെയ്തായിരിക്കും. അവരുടെ തന്നെ നാട്ടിൽ ഏറിയയിൽ ആൾക്കാരുടെ വീടുകളിൽ പോകുമ്പോൾ അവർക്കൊരു നാണക്കേടല്ലേ. അന്ന് ആദ്യം വന്ന കൊച്ച് മീനാ റോഡിൽ നിന്നായിരുന്നു വന്നത്, ഇന്ന് വന്നത് ബോറിവിലിയിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് ഇനി ഇങ്ങനെ ചേഞ്ച് ആകുമോ എന്ന് ചോദിച്ചു സ്പേസ്. ഇല്ല, എൻ്റെ ഫിക്സാ ഇവിടെ തന്നെ എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ റീച്ചാൽ പറയുന്നത് 1 രൂപയ്ക്കും എന്നും പറഞ്ഞായിരുന്നെന്ന്. അതൊക്കെ ഇത്ര പേര് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നവർക്കെന്ന്. ഇപ്പം നാട്ടിലത്തേനൊക്കെ നമുക്ക് തോന്നി ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. നാട്ടിലൊക്കെ ഒരു ദിവസം ആളിനെ വിളിക്കണമെങ്കിൽ എത്ര രൂപയാണെന്നറിയാമോ. അപ്പം എന്തുവന്നേലും ഓരോ പിള്ളേരുടെയും നിവർത്തികേട് കൊണ്ട് വരുന്നേരം. ആദ്യം വന്നോളൂ പറയുക അത് കന്നഡക്കാരി കൊച്ചായിരുന്നു. എന്നെ കണ്ടാലേ അറിയാം, ഒരു കുറിയൊക്കെ തൊട്ടായിരുന്നു വന്നത്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ആണോന്ന്. ഞാൻ പറഞ്ഞു ആണെന്ന്. ഞാൻ പറഞ്ഞു നീ ഏതാണെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞു ഞാൻ കന്നഡയാണ്. ഞാൻ പറഞ്ഞു നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു സൗത്ത് ഇന്ത്യൻ ലുക്ക് പോലെ ഉണ്ട്. നമ്മൾ ചിലരെ കാണും പറയാൻ. ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരും വന്നാലും നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലേ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞ് 9 വയസ്സുള്ളൊരു മോളും 7 വയസ്സുള്ളൊരു മോളും. എനിക്കൊന്ന് ഭർത്താവ്, ഞാൻ പിന്നെ അത് ചോദിക്കാൻ പോയില്ല, ഭർത്താവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ കൊച്ചുങ്ങൾ തന്നെ വീട്ടിൽ ഈ 9 വയസ്സുകാരിയാണ് 7 വയസ്സുകാരിയെ വിളിക്കാനൊക്കെ പോകുന്നത്. നമ്മുടെ പിള്ളേർ തന്നെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? കഷ്ടം തന്നെ. അത് എൻ്റെ അവസ്ഥ. ഞാനതാ പറഞ്ഞു, ഇപ്പോൾ ബോംബെയിലുള്ള നിങ്ങളുടെ അറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന്. ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 2 പച്ചമുളക്, 2 സവാള, 2 ക്യാപ്സിക്കം, ഒരു ചെറുതും വലുതുമായൊരു 4 ടൊമാറ്റോ. ഇതൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു. ചായ ഞാനൊന്ന് കുറച്ചിട്ട്, അതുകൊണ്ട് ആ തേയില ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് കിടന്നത്. അപ്പോൾ തവിയും കൊണ്ടൊന്ന് ഇളക്കി, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി. എന്നാലും ഒരു ഇച്ചിരിയും കൂടെ നേരം ഒന്ന് ചെറിയ തീയിൽ കിടക്കട്ടെ. അവന് കുടിക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഒന്ന് ഇച്ചിരി തീ കുറച്ച് അവിടെ ഇട്ട്, അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച്, അഥവാ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ആരെങ്കിലും കാണാതെ ഉണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു പോയേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇച്ചിരി ഓയിലൊഴിച്ച് കടുകിട്ട്, എന്നിട്ട് നമ്മൾ അരിഞ്ഞ സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന്, സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന്, വെളുത്തുള്ളി ഞാൻ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണേ, അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വാട്ടി വന്നോണ്ട് ഞാൻ പിന്നെ ക്യാപ്സിക്കം കൂടെ ഇട്ട്, അതിൻ്റെ അകത്ത് അരി ഞാനെടുത്ത് കളഞ്ഞതാണ്, ക്യാപ്സിക്കത്തിലെ സീഡെല്ലാം എടുത്ത് മാറ്റിയതാണ്. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട്, ഇതൊരു സത്യം പറഞ്ഞ ഒരു ഹെൽത്തിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നമ്മൾ ഞാൻ വീറ്റ് ബ്രെഡാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇപ്പം പച്ചക്കറികൾ പിന്നെ ക്യാരറ്റ്, കാബേജ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ, ബീൻസ് ഇതെല്ലാം. അപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം നല്ലൊരു എന്താ പറയുന്നത്, പിള്ളേർക്കൊക്കെ കഴിക്കാനൊരു ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്തിലെ കോണൊക്കെ ഇടുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതില്ല, ഇടയ്ക്കൊരു കറുകറ കടിക്കാനായിട്ട് ഉണ്ടെങ്കിൽ അതേം കൂടെ നല്ലതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കോണൊന്നും ഇല്ലായിരുന്നു, 2 ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്ന് വാടി വന്ന ഉടനെ പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം, നമുക്ക് വലിയ ജോലിഭാരം ഒന്നുമില്ല. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം പോകണം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട്, പിന്നെ നമുക്ക് ഞാൻ അന്ന് ഇങ്ങനെ പിന്നെ ബ്രെഡ് ഇങ്ങനെ പിച്ചി എടുത്ത് വെച്ചേ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി. ഇവർക്ക് കൂടുതലും ഇത് ടേസ്റ്റായിട്ട് വരാൻ കാര്യം നമ്മളിതിൽ മുട്ടയും കൂടെ ഒക്കെ ചേർക്കുന്നില്ലേ. അപ്പോൾ ഇടയ്ക്ക് ആ മുട്ടയും കൂടെ ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്. എല്ലാ പിള്ളേർക്കും മുട്ട ഇഷ്ടമല്ലേ. അപ്പം ഞാൻ ആ മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, അത് ഇച്ചിരി ഒന്ന് ലിക്വിഡ് ആവാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഈ പാത്രം ബ്രെഡ് ഇട്ടപ്പോഴത്തേക്കിന് എനിക്ക് ഇളക്കാനൊന്നും പാത്രം പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാനത് മാറ്റി ഉരുളിക്കകത്താക്കിയായിരുന്നേ. അപ്പോൾ ഇത് അടച്ചിട്ടിട്ട് ഇച്ചിരി നേരം ഒരു മിനിറ്റ് ഞാൻ ചെറിയ തീയിലാണ് പിന്നെ ഇട്ടിരുന്നത്. അപ്പോൾ അടിക്കൊക്കെ ഒന്ന് പിടിക്കാൻ തുടങ്ങുന്നതാണ്. ഞാൻ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ. തീ കുറച്ചിട്ടാലും
മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒന്ന് അടുക്കി പിടിക്കും, അല്ലെങ്കിൽ അതനുസരിച്ച് ഓയിലുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനിയും ഞാൻ പറഞ്ഞില്ല ഞാൻ പാത്രം ഒന്ന് മാറുന്നുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ഞാൻ പിന്നെ ഉരുളിക്കകത്താക്കുന്നുണ്ടേ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ജോഷി എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്. ആ വിളിക്കാൻ പറയാവാ ബിജി നല്ലൊരു ഷെഫാ, ഒരു യൂണിറ്റ് തുടങ്ങാൻ. എൻ്റെ പൊന്നോ, യൂണിറ്റ് ഒന്നും തുടങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുപോലെ വരുന്നവർക്കൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് അവരിൽ നിന്ന് നല്ല അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ടോട്ടേ ഉള്ളൊരാഗ്രഹം. എനിക്കൊരു എങ്ങനെയും ഒരു ഇത്തിരി ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻ്റ് എന്നല്ല, ഒരു കുഞ്ഞൊരു സംരംഭം തുടങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇനി ഇത്രയൊക്കെ ആയില്ല, ഇനി നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പുള്ളിക്കാരി ആ കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങ് ചിരിയും വന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ ആഗ്രഹമാണല്ലോ ഈ പറഞ്ഞത്. എന്നോട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ സൗകര്യവും കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് മിണ്ടാതിരിക്കുക. ഇപ്പം ഇതിലോട്ട് ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചു. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആ ഗ്ലാസ്സും കൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്പൂണും കൊണ്ട് ഉടയുന്നതിനേക്കാൾ നല്ലൊരിതായിട്ട് നമുക്കത് പിച്ചി വരും. അപ്പം ഞാൻ ടൊമാറ്റോ സോസും ഒരു പിഞ്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അതെല്ലാം ഒന്ന് പഞ്ചസാര ഇച്ചിരി ഇങ്ങനെ പറഞ്ഞില്ലേ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളതിൽ പഞ്ചസാര കലക്കി ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ മസാല ബ്രെഡെന്ന് പറയാം, വേണമെങ്കിൽ കൊത്ത് ബ്രെഡെന്ന് പറയാം, അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നാലും ചായ അവർക്കൊക്കെ കൊടുത്തായിരുന്നു, ഞാൻ കുടിക്കാനെടുത്തില്ല. അപ്പം ഞാനും കൂടെ ഒന്ന് കുടിക്കാനെടുക്കട്ടെ. അപ്പോൾ രാവിലെ എക്സോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചായയുടെ നോർമൽ സൗണ്ട് ഒന്ന് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. ഇനി കാണിക്കുന്ന വീഡിയോ എൻ്റെ സബ്സ്ക്രൈബർ കുക്കർ ബിരിയാണി ഉണ്ടാക്കിയത്, അതിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അവൾ അതിൻ്റെ അകത്ത് നിറച്ചും ക്യാഷ്യനട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളിടാത്തത്. എനിക്കിങ്ങനെ ക്യാഷ്യനട്ടൊക്കെ ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ രാവിലെ തന്നെ ഇവനെ വിട്ടിട്ട് രാവിലെയാണ് ഞാൻ പിന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തത്. ഇപ്പം തൊട്ട് പ്രൈസനൊരു ആഗ്രഹമാണ്, മമ്മി എപ്പോൾ ഉണ്ടാക്കിയാലും ഇങ്ങനെ പൊട്ടറ്റോയുടെ ചേർത്ത് ഇടണേ. നേരത്തെ ഇവന് പൊട്ടറ്റോ ഇഷ്ടമല്ലാത്തൊരു ചെറുക്കനായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങും കൂടെ ചേർത്താണ് ഇപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ചെയ്യുന്നത്. അപ്പം അതിനൊരു പ്രത്യേക രുചിയുണ്ട്. സവാളയും ഉരുളൻകിഴങ്ങും നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ രാവിലെ ഇതങ്ങ് ഇടുമ്പോൾ അതങ്ങ് റെഡിയാവും. ഇനിയിപ്പം നാളെ തൊട്ട് ഇവിടെ വൈകുന്ന ഈ സമയത്തൊക്കെ പാട്ടും മേളമൊക്കെ ആയിരിക്കും, ദസറയല്ലേ. അപ്പോൾ അതുകൊണ്ട് നാളെ ഒന്ന് ഞങ്ങൾക്ക് മീൻ മാർക്കറ്റിൽ പോകണമെന്നുണ്ട്. ചിലപ്പം ചിലർ പറയുന്നു നാളെ മീൻ കാണുമെന്ന്. ഇവരൊക്കെ ഇനി കഴിക്കത്തില്ലല്ലോ, ഇവർക്ക് ഉപവാസമല്ലേ 10 ദിവസം. പക്ഷേ ഈ സമയത്തൊക്കെ മീൻ കാണേണ്ടതാ. നാട്ടിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് വീഡിയോ, ഞാൻ മീനിൻ്റെ ഏത് വീഡിയോ കണ്ടാലും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കും. ചില സ്ഥലങ്ങളിലൊക്കെ മീൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട്, നമ്മുടെ അവിടെ അങ്ങനെ ഇല്ലെന്നാണ് അമ്മ പറയുന്നത്. ഇപ്പോഴും ഇവിടെ മഴയാണെങ്കിൽ ഇപ്പം ഈ സമയത്തൊന്നും മഴ പെയ്യേണ്ടതല്ല, മഴയൊക്കെ നിൽക്കേണ്ട സമയമായി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചാറുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ ഞാൻ കുടിക്കാൻ വെള്ളം വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം വെള്ളം അടുപ്പത്ത് വെച്ചു. കാരണം അത് അബദ്ധം പറ്റിയതാണ്. ഞാൻ പയർ തോരൻ വെക്കാനായിട്ടാണ് പയർ വെള്ളത്തിൽ ഇട്ടത്, അത് ഓർക്കാതാണ് ഞാൻ ചെറുപയർ എടുത്തിട്ടത്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ചെറുപയർ ഇനിയും വെള്ളത്തിൽ നിന്ന് വാരി എടുത്ത് വെക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലേ, അത് നശിച്ചു പോകത്തില്ലേ. അതിനേക്കാൾ നല്ലത് പയർ അങ്ങ് അരിഞ്ഞു വെച്ചാൽ പിന്നെ നാളെ എങ്ങാനും എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ചെറുപയർ എന്നങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ചു. എനിക്കിപ്പോൾ ഈ ചെറുപയറുണ്ടെങ്കിൽ ചെറുപയർ തന്നെ ഇളക്കിയിട്ടാണെങ്കിലും ഞാൻ കഴിക്കും. എനിക്കൊരിച്ചിരി ഇപ്പം മോരുണ്ടെങ്കിലും എനിക്ക് മോരത്ര താല്പര്യമില്ല. ചെറുപയറുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ചമ്മന്തി കഴിവതും ചമ്മന്തി അരയ്ക്കാനുണ്ടെങ്കിൽ ചമ്മന്തി അരയ്ക്കും. അഥവാ തേങ്ങയൊന്നും ഇപ്പം തിരുമിയതില്ല എങ്കിൽ ഞാൻ ഇച്ചിരി പറഞ്ഞില്ലേ മുളക് പൊടിക്കകത്ത് ഇത്തിരി വെളിച്ചെണ്ണയും ഇതൊക്കെ വിനാഗിരിയൊക്കെ ഒന്ന് ഞെവിടി അങ്ങനെ ഇട്ട് തിന്നും. എനിക്ക് ചെറുപയറൊക്കെ ഇട്ടിങ്ങനെ അങ്ങനെ ഇളക്കി കഴിക്കാനാണ് ഇഷ്ടം. എന്നാൽ ഞാനന്ന് ചെമ്പല്ലിക്കോര കൊള്ള കിളിമീൻ ഉള്ള മീനുണ്ടല്ലോ, അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നല്ലേ. അപ്പോൾ അത് ഇന്ന് രാവിലെ ഞാനെടുത്ത് വറക്കാനുള്ളത് ഞാനെടുത്ത് അങ്ങ് വെളിയിലിട്ട് എന്നിട്ട് മസാല പുരട്ടി അത് വറക്കാമെന്ന് വെച്ച്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു റീച്ചാൻ കഴിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ കൊടുത്ത ഉടനെ എന്തോ അതെങ്കിലും കഴിച്ചു. കാരണം അതിൻ്റെ മുള്ളേ കട്ടിയുള്ള മുള്ളല്ല.
ഇച്ചിരി സോഫ്റ്റായ മുള്ള. അതുകൊണ്ട് ഇവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എടുത്ത് തിന്നാൻ. പ്രൈസമ്മ പറയുന്നതാണ്, ഉണക്കമീനിനെ പറയുന്നതാണ്, അത് ഒട്ടും കൊള്ളത്തില്ല കേട്ടോ, അങ്ങ് കട്ടിയില്ലാത്തയാ, ഇങ്ങനെയുള്ള മീൻ വേണം വറക്കാനെന്ന്. അവൻ പറഞ്ഞു അത് പിച്ചാൻ പോലും ഒക്കത്തില്ല, അതിനൊരു ടേസ്റ്റും വേറൊരു വ്യത്യാസം. ഞാൻ പറഞ്ഞു പിന്നെ നീ നാട്ടിൽ പോയി കഴിച്ചായിരുന്നല്ലേ? അതെന്തോ ചെയ്യാനാ, അങ്ങ് ഗതികെട്ടങ്ങ് തിന്നേ, അമ്മച്ചിയെ പേടിച്ച് തിന്നേ. അത് അമ്മച്ചി പറയാം എല്ലാം തിന്ന് പഠിക്കണമെന്ന്. അന്നേരം നമ്മുടെ പയറുതോരനും ഇവിടെ റെഡിയായി. കയ്യിലാണ് മൊബൈൽ, കാണുമ്പോൾ അറിയാമല്ലേ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മീനൂടെ വറുത്തെടുക്കാമെന്ന് വെച്ച്. അപ്പം മീനൂടൊന്ന് വറുത്തെടുക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് വറക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് ക്ലീൻ ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെതുമ്പൽ ഈ തലയും പോകുന്നുണ്ടേ. പിന്നെ ഇനി കുറച്ചിരിപ്പുണ്ട്, അത് തോരൻ വെക്കാമെന്നും പറഞ്ഞിരിക്കുക ഞാൻ മനസ്സിൽ. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ. പിന്നെ ഞാൻ ചിന്തിച്ച് തോരൻ വെച്ചാൽ റീച്ചാൻ കഴിക്കത്തില്ല, വറക്കുവാണെങ്കിൽ കഴിക്കുമല്ലോ, എന്നാൽ പിന്നെ അങ്ങ് വറക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.